സുവിശേഷത്തിൻ്റെ കൊടുങ്കാറ്റ് ആഗോള സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകിയിരിക്കുന്ന സമ്മാനം. ആരോഗ്യം നോക്കാതെ, രോഗാവസ്ഥകൾ നോക്കാതെ ഓടി നടന്ന് ലോകമെമ്പാടും ജനലക്ഷങ്ങൾക്ക് കലർപ്പില്ലാത്ത സുവിശേഷം പകർന്നു കൊടുക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട വൈദികൻ, ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ MSFS ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അച്ഛൻ യൂറോപ്പിൻ്റെ മണ്ണിൽ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ശുശ്രൂഷകളെപ്പറ്റി അദ്ദേഹം ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ജോർജി. താങ്ക് യു അച്ഛാ. ഏറ്റവും ആദ്യം തന്നെ അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വർഷത്തിലെ ഭൂരിഭാഗം മാസങ്ങളും അച്ഛൻ യൂറോപ്പിൻ്റെ മണ്ണിലാണ്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലാണ്. പലപ്പോഴും നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ യൂറോപ്പിൽ സഭ അസ്തമിക്കുന്നു, പള്ളികൾ പൂട്ടുന്നു, വിശ്വാസം ക്ഷയിക്കുന്നു എന്നൊരു ധാരണയാണ് നമുക്കുള്ളത്. പക്ഷേ എന്ത് ഘടകങ്ങളാണ് എല്ലാ വർഷവും ഭൂരിഭാഗം മാസങ്ങളും അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ യൂറോപ്പിൽ അച്ഛനെ ആകർഷിക്കുന്നത്? ജോർജിക്ക് അറിയാവുന്നതുപോലെ 6 മാസം യൂറോപ്പിൽ, 6 മാസം നാട്ടിലാണ് ഞാൻ. ഈ കഴിഞ്ഞ തവണ 7 മാസം പുറത്തായിരുന്നു. 10 രാജ്യങ്ങളിൽ ഭജനം ഘോഷിച്ചു, കൺവെൻഷൻസും അതുപോലെ തന്നെ വിവിധങ്ങളായ ധ്യാനങ്ങളുമായിട്ട്. പോളണ്ട്, അതുപോലെ പോർച്ചുഗൽ, സ്പെയിന്, ജർമ്മനി, ഓസ്ട്രിയ, ക്രൊയേഷ്യ, ഇങ്ങനെ പോകുന്ന രാജ്യങ്ങളോടും മൊത്തം 22 കൺവെൻഷനുകളും ധ്യാനങ്ങളും ഞാൻ നടത്തുകൊണ്ടായി ഈ 6 മാസത്തിനിടയിൽ. അറിയാവുന്ന പോലെ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ആഴ്ച ഞാൻ വിട്ടുകളയും, കാരണം ആദ്യ വെള്ളിയാഴ്ച എനിക്ക് ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. അപ്പം ഞാൻ പരിപാടിയൊന്നും എടുക്കാറില്ല. ആദ്യ വെള്ളിയാഴ്ച കൂട്ടിയുള്ള ആഴ്ചയിൽ എല്ലായിടത്തും ആയിരക്കണക്കിന്, ഇങ്ങേയറ്റം 10,000-കണക്കിനും ആളുകൾ വന്നുകൂടുകയുണ്ടായി. എനിക്കറിയാം, കേരളത്തിൽ ഉടനീളം ആളുകൾ ചിന്തിക്കുന്നത് യൂറോപ്പിലെ വിശ്വാസം നഷ്ടപ്പെട്ടു, ചത്തുപോയി എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം, ജൂബിലി ഇയറിൽ തന്നെ, ജൂബിലി വർഷത്തിൽ റോമിൽ ജോർജി തന്നെ കാണുകയുണ്ടായല്ലോ, ആളുകൾ ക്യൂ നിന്ന് എങ്ങനെ ഒരു ചെണ്ടയോ മേളമോ അല്ല ഒന്നും കാണാനല്ല. ആ ഭൂരിപക്ഷം പേരും റോം പലതവണ കണ്ടിട്ടുള്ളവരാണ്. പിന്നെ ജൂബിലി വർഷത്തിൽ വന്ന് ആ കവാടത്തിലൂടെ കടക്കുമ്പോൾ ഒരു ധനവിമോചനം കിട്ടും, ആ അനുഗ്രഹം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വരുന്ന ജനങ്ങളാണ്. ഞാനും അവിടെ ഉണ്ടായിരുന്നു 10 ദിവസം ഈ ജൂബിലി വർഷത്തിൽ. നിങ്ങൾക്കറിയാവുന്ന പോലെ 3.5 കോടി ജനങ്ങളാണ് ജൂബിലി വർഷത്തിൽ വന്നത്. 2 കോടി ജനങ്ങൾ എല്ലാ വർഷവും മെക്സിക്കോയിൽ ഗുഡൽപ്പെ മാതാവിനെ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ 80 ലക്ഷത്തോളം ആളുകൾ വരുന്നുണ്ട് ഫാത്തിമയിൽ. 60 ലക്ഷത്തോളം എല്ലാ വർഷവും വരുന്നുണ്ട് ലൂർദിൽ. അപ്പോൾ ഈ ആളുകളൊക്കെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ വരുന്നത്? എല്ലാം യൂറോപ്യൻസ്, വെള്ളക്കാർ, കണിശമാറ്റും കുറേ വിദേശരും കാണും ആ കൂട്ടത്തിൽ. അപ്പോൾ വിശ്വാസം പോയി എന്ന് പറയുന്നത് കഴമ്പില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കേരളത്തിലെ വിശ്വാസമായിരിക്കും നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം. പുറമേ ഒത്തിരി ചൊണ്ടയും മേളവും ബഹളവും വെടികെട്ടും എല്ലാമാണ്. അവരുടേത് അതിൽ കൂടുതലായിട്ട് ഹൃദയത്തിൻ്റെ ദാഹം തീർക്കാനായിട്ടുള്ള പരക്കം പാച്ചിൽ ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ ഓർത്തു പോകുന്നത്, ആ വെയിലത്ത് രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ക്യൂ നിന്നവരെ റൂമിൽ കാണാൻ ജോർജിക്കും പറ്റി, അത് ഞാനും കാണുകയുണ്ടായി. അതും ഏറെ ചെറുപ്പക്കാർ. അതുതന്നെയാണ് മെക്സിക്കോയിലാണെങ്കിലും, ലൂദിൽ ചെന്നാലും ഫാത്തിമയിലും. അവിടെ ഈ മേളങ്ങളൊന്നുമില്ല, ബഹളങ്ങളുമില്ല. ഒരു സ്റ്റാച്യു മാതാവിൻ്റെ സ്വരൂപം എടുത്തുകൊണ്ട് പൂക്കൾ എറിഞ്ഞ് മെഴുകുതിരി എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഫാത്തിമയിൽ, ലൂദിലാണെങ്കിൽ വിശുദ്ധ കുർബാനയും കയ്യിലെന്തിയിട്ടുണ്ട്. അപ്പോഴാണല്ലോ അത്ഭുതങ്ങൾ നടക്കുന്നത്. വളരെ ശാന്തമായിട്ട് പാട്ടുപാടി മെഴുകുതിരി കൈപ്പിടിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി വിശ്വാസമുള്ളവരുണ്ട്. മാത്രമല്ല ഒത്തിരി മിസ്റ്റേക്സ്, അതായത് യഥാർത്ഥ സാക്ഷികൾ, വിശ്വാസത്തിൻ്റെ സാക്ഷികൾ. ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, പഴയ ജർമ്മനി, നമുക്ക് പൂർവ്വ ജർമ്മനി കമ്മ്യൂണിസത്തിന് കീഴിൽ റഷ്യയുടെ ഭാഗമായിരുന്നു. അത് സ്വതന്ത്രമായി. ഞാനവിടെ 2-3 ധ്യാനത്തിന് പോയ അവസരത്തിൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അവരുടെ പേര് സീഗ്രിഡ് ഹെങ്കൽ എന്നാണ്. അവൾ താമസിക്കുന്നത് ഡിംഗൽസ്റ്റാറ്റ്, ജർമ്മനിയിലാണ്. 36 വർഷമായിട്ട് ബെഡേ കിടക്കുകയാണ്, തളർന്നുപോയി, അനങ്ങത്തില്ല. ആരെങ്കിലും വന്ന് ശുശ്രൂഷ ചെയ്യണം. കഴിപ്പ്
മുട്ടയോ ഇറച്ചിയോ പാലൊന്നുമല്ല, വിശുദ്ധ കുർബാന മാത്രം. നിങ്ങൾ അപ്രകാരം കഴിഞ്ഞിട്ടുള്ള ധാരാളം പേരുടെ കഥകൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അച്ഛൻ സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കും, കൈ വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം അച്ഛൻ പ്രാർത്ഥിക്കൂ, എന്നിട്ട് അത് ഞാൻ പ്രാർത്ഥിക്കാം. ആ പുഞ്ചിരി കാണുമ്പോൾ ആ മുഖത്ത് ഞാൻ ഈ ധ്യാനത്തിലൊക്കെ പറയുണ്ടായി, അതായത് നമ്മൾ ഈശോയോട് അടുക്കുമ്പോൾ ഈശോയുടെ മുഖം തന്നെ നമ്മുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കപ്പെടും. അത് കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ പറയും വിശുദ്ധി ഒപ്പിയെടുക്കാമായിരുന്നു. വർത്തമാനവും പറഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ സമയം ചിലവഴിച്ചു. ഒത്തിരി പേര് ക്യൂ നിൽപ്പുണ്ടായിരുന്നെങ്കിലും ഞാനൊരു ധ്യാനഗുരുവായതുകൊണ്ടും യൂറോപ്പിൽ അറിയപ്പെട്ട ആളായതുകൊണ്ടും അത്രയും സമയം എനിക്ക് തന്നത് വികാരിച്ചനോ അച്ഛന്മാരൊക്കെ ഉണ്ട് ഇത് ഗൈഡ് ചെയ്യാൻ. ഇങ്ങനെയുള്ള പല മിസ്റ്റേക്സും ഞാൻ കാണുകയുണ്ടായി. പഞ്ചക്ഷരമുള്ളവർ അല്ലെങ്കിൽ ഏറെ നാളുകളുടെ സഹനങ്ങൾ സഹിച്ച് ഈശോയ്ക്ക് സഹനങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് ഒരു പരാതിയില്ലാതെ ജീവിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവ ജീവിതം, ആ മാതാവിനെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഉത്തരമില്ല, അർത്ഥമില്ല. നമുക്കറിയാം മാതാവ് അതായിരുന്നല്ലോ, ഒന്നിനും ഉത്തരം കാണത്തില്ലായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അങ്ങേ തിരുവിഷ്ടം പോലെ അല്ലെങ്കിൽ അങ്ങേ ഹിതം പോലെ അങ്ങനെ ജീവിക്കുന്ന ഏറെ പേരെ എനിക്ക് അവിടെ കണ്ടുമുട്ടാൻ പറ്റി. നിശ്ചയമായിട്ടും വിശ്വാസമുണ്ടായിട്ടാണല്ലോ എൻ്റെ ഈ ധ്യാനം. നിങ്ങൾ പല വീഡിയോകളും ഷെക്കീനായാലും എൻ്റെ യൂട്യൂബിലും കാണുന്നുണ്ടല്ലോ. ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ആ ട്രിപ്പിന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സ്ലൊവേനിയ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് 15,000 പേര് ഒന്നിച്ചുകൂടി വചനം കേൾക്കാൻ. 2.5 മില്യൺ ആളുകളെ അവിടെ ഉള്ള ആകെ പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞത്. ഇനിയും അതുപോലെ ഓരോ രാജ്യത്തും ഏറ്റവും കുറഞ്ഞത് 3000 ആയിരുന്നു കൺവെൻഷൻ. ഞാൻ അവർ ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ നാട്ടിലെ അനുസരിച്ച് കൺവെൻഷൻ. അപ്പം വിശ്വാസം അറ്റുപോയി ഞാൻ പറയില്ല. പിന്നെ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. അവിടെ നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുകയാണ്. ഈ അഭയാർത്ഥി പ്രശ്നം വന്നപ്പോൾ നമുക്കറിയാം വിദേശീയരെ മറ്റ് ജാതിയിൽപ്പെട്ടവരും വന്ന് പെറ്റുവരുന്നു. ഒത്തിരി പോപ്പുലേഷൻ അവരുടേതാണ്. അപ്പോൾ ഇവിടെ വിവാഹം കഴിക്കാത്തവർ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. വിവാഹം കഴിച്ചവർക്ക് ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടികളെ കാണും. അങ്ങനെ നമ്മുടെ പോപ്പുലേഷൻ അവിടെ കുറഞ്ഞു. ക്രിസ്ത്യാനികളുടെ ഉള്ളവർ ഞാൻ പറയും തീഷ്ണതയോടെ ഒരു പുതിയ റിവൈവൽ, ഒരു നവീകരണം വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്നു ഈ വർഷം ഏപ്രിലാണ് അല്ലേ യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ 10,000-ങ്ങളാണ് അച്ഛൻ്റെ ഓരോ ശുശ്രൂഷകളിൽ അവിടെ പങ്കെടുക്കാൻ എത്തുന്നത്. വീഡിയോകളിൽ നോക്കി അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ശുശ്രൂഷകളിൽ സംഭവിക്കുന്ന കൺവേർഷൻസ് അതിനെപ്പറ്റി അച്ഛനൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ജോജി പഴയ രീതിയിലുള്ള പ്രസംഗമാണ്. എൻ്റെ ഉദ്ദേശം രോഗശാന്തിയോ കാര്യശാസ്ത്രമൊന്നും അല്ല. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ നമ്മുടെ സുവിശേഷയുടെ സുവിശേഷം എനിക്കറിയത്തില്ല. ഞാൻ പഴയതുപോലെ വിശ്വാസം, ദൈവസ്നേഹം, പാപം, മാനസാന്തരം, കുമ്പസാരം, വിശുദ്ധ കുർബാന, ക്രിസ്തീയ ജീവിതം ഇവയൊക്കെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു ദാഹം അവർക്ക് കിടക്കുന്നു. അതിനുവേണ്ടി അവർ വരുന്നത് എനിക്ക് നല്ല ബോധ്യം ഉണ്ട്. നിശ്ചയമായിട്ടും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടല്ലോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയും യൂറോപ്പിൽ വിശ്വാസം പോയി എന്ന്, എന്നാൽ ക്രിസ്തീയ ജീവിതം പോയിട്ടില്ല. അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13 പറയുന്ന പോലെ വിശ്വാസം, ശരണം, ഉപവി. എല്ലാം തീർന്നാലും എപ്പോഴും ഉപവി, സ്നേഹം നിലനിൽക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ഇതിനുവേണ്ടി ദാഹം അവിടെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത് ഇഗ്നോറൻസ്, അറിവില്ലായ്മ. ഹോസിയ പ്രവാചകൻ 4:6 പറയുന്നത് പോലെ അജ്ഞത നിമിത്തം എൻ്റെ ജനങ്ങൾ നശിക്കുന്നു. അവിടെ ഒരു കാര്യം പറയാം, അവിടെയുള്ളവരാരും പ്രസംഗിക്കുന്നില്ല. ബിഷപ്പ്മാരതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നില്ല. അപ്പോൾ ലേ പീപ്പിൾ, അൽമേനികളാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. അവിടെ ദാഹം തീർക്കുവാനായിട്ട് ഒരു പെർമിഷൻ കിട്ടാനായിട്ട് ബിഷപ്പിൻ്റെ അടുക്ക് പോകും. അത്രമാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യുന്നത് അൽമേനികളാണ്, അവരുടെ ദാഹം തീർക്കുവാനായിട്ട്. അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് യഥാർത്ഥ ജെന്യുവിനായിട്ട് ആത്മാർത്ഥമായിട്ട് ഈശോയെ തേടുന്നവരാണ്. ഇനിയും ഓരോ രാജ്യത്തും പറയുകയാണെങ്കിൽ അവർ വലിയ ഹോള് ബുക്ക് ചെയ്യും. കാരണം 3000 പേര് വേണമെങ്കിൽ ഒരു ഫുട്ബോൾ ഹോളായിരിക്കാം, ഗ്രൗണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം, എല്ലാം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അതനുസരിച്ച് 5000 പേര് വരുന്നതാണെങ്കിൽ ഒരാൾക്ക് 50 യൂറോ വെച്ച് ചിലവാണെങ്കിൽ 50 യൂറോ ആണ് രജിസ്ട്രേഷൻ. അത് ഈ ഹോളിന് വേണ്ടിയുള്ള ചിലവാണ്.
ബാക്കിയെല്ലാം അവർ ഹോട്ടൽ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ലോഡ്ജ് ബുക്ക് ചെയ്യും, അങ്ങനെ വരുന്ന, അല്ലാതെ അവിടെ താമസിക്കാൻ വളരെ ദൂരെ വളരെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നാണ് വരുന്നത്. ചിലപ്പം രാജ്യത്തിൻ്റെ പുറത്തുനിന്നും വരും ആ ഭാഷ അറിയാവുന്നത്. പിന്നെ ഇംഗ്ലീഷ് അല്ലേ ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാ രാജ്യത്തു നിന്നും ഉണ്ട് കുറച്ച്. ഏറ്റവും കൂടുതൽ ആ സ്ഥലത്തെ നിങ്ങൾക്കറിയാവുന്ന, എനിക്ക് ഈ മുറി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, ഞാൻ അവിടുത്തെ ഭാഷകളൊന്നും പറയില്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ട്രാൻസ്ലേഷൻ തർജിമ കേൾക്കാനായിട്ട് ഇത്രയും പണവും മുടക്കി, മാത്രം പണത്ത് മുടക്കുന്നതിനേക്കാൾ ഇത്രയും ദൂരെ യാത്രയും ചെയ്ത് ഹോട്ടൽ കണ്ടുപിടിച്ച് ലോഡ്ജ് കണ്ടുപിടിച്ച് താമസിച്ച് രാവിലെ ഞാൻ 9 തുടങ്ങിയാൽ വൈകിട്ട് 9 വരെ പരിപാടിയാണ്. അപ്പോൾ ആ സമയമെല്ലാം അവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകം നമ്മുടെ ഇവിടുത്തെ പോലെ ബ്രെഡ് കൊടുക്കുവോ വെള്ളം കൊടുക്കുവോ ഒന്നുമില്ല, സാൻഡ്വിച്ചോ ഒന്നും. അവരെല്ലാം കരുതിക്കൊണ്ട് വരും, അല്ലെങ്കിൽ അവർ വൈകുന്നേരം പോയി കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞു അവർക്ക് ആഹാരം ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. പിന്നെ വെള്ളക്കുപ്പി കൈ കാണും. പിന്നെ ഇവിടുത്തെ പോലെ ചൂടില്ലാത്തതുകൊണ്ട് അതിന് മാത്രം വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, അത് പലതവണ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ മുഴുവൻ സമയവും ആ ഹോളിൽ ഇരുന്ന് വിശുദ്ധ കുർബാന എഴുന്നേൽച്ച് ഒരു സൈഡിൽ കാണും, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കൊന്തയെല്ലിക്കൊണ്ടും അല്ലെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. മുഴുവൻ സമയം ഈശോയിലായിരിക്കാൻ ആഗ്രഹിച്ചു വരുന്നു. അതുകൊണ്ട് യൂറോപ്പിൽ വിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ അറിയാത്തവരാണ് ഇത് പറയുന്നത്. അങ്ങനെയുള്ള ഒത്തിരി വീഡിയോകൾ നമ്മുടെ കേരളത്തിൽ ഇറക്കുന്നുണ്ട്, എന്നാൽ അത് യാതൊരു സത്യവുമില്ല. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ വീഡിയോകളിൽ പലതും വിശ്വസിക്കാൻ മേലാത്തതാണ്. എന്തെല്ലാം പറയുന്നത്, യൂറോപ്പിൽ നിന്ന് എല്ലാവരെയും പറഞ്ഞു വിടുന്നു, ഇംഗ്ലണ്ടിൽ നിന്ന് എല്ലാവരെയും ഓടിച്ചു, അമേരിക്കയിൽ നിന്ന് ഓടിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ വ്യൂ വരും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. സത്യവിരുദ്ധമായ ഏറെ വീഡിയോകളുണ്ട്. അതിലൊന്നാണിത്. അത് വലിയ പ്രൊപ്പഗാൻഡ. യൂറോപ്പിൽ വിശ്വാസം നശിച്ചു. ജോജി, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നമ്മുടെ കേരളത്തിലാണ് അതിൽ കൂടുതൽ വിശ്വാസക്ഷയം ഉണ്ടായിട്ടുള്ളത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടതും മൂല്യച്ചുരി വന്നതുമെന്ന് ആത്മാർത്ഥത്തോടെ ഞാൻ പറയും. ആ ഒരു ശുശ്രൂഷകളിൽ അച്ഛാ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നടന്ന ശുശ്രൂഷകളിൽ അച്ഛൻ മറക്കാനാവാത്ത ചില അത്ഭുതങ്ങളും അല്ലെങ്കിൽ രോഗശാന്തികളും അതൊന്നും പങ്കുവയ്ക്കാം അച്ഛൻ? അത് പറയുകയാണെങ്കിൽ പലതുമുണ്ട്. ഇപ്പം ജോജി ചോദിച്ചുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അത് പങ്കുവയ്ക്കുന്നതിനെ പറ്റി ഞാൻ കണ്ടത് സ്ലൊവേനിയയിലായിരുന്നു. അതായത് സ്വന്തം അപ്പൻ ദുരുപയോഗം ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഭയങ്കര വെറുപ്പും വൈരാഗ്യത്തിലും കഴിയുന്ന ഒരുവളായിരുന്നു. തൽഫലമായിട്ടുള്ള കണ്ണ് അന്ധമായി തളർന്നുപോയി. എല്ലാ ആശുപത്രികളിലും പോയി. നമുക്ക് പൈസ ഉണ്ടല്ലോ ഏത് ആശുപത്രി പോകാനും. എല്ലാ ചികിത്സകളും ചെയ്തിട്ട് ഇവർക്ക് ഒരു വിശേഷവും ഉണ്ടായില്ല. നിങ്ങൾക്ക് ജോജിക്കറിയാവുന്ന പോലെ ഞാൻ പാപത്തെപ്പറ്റി ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറയും. പാപത്തോടുകൂടി ഇരുന്നാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കില്ല. അപ്പോൾ ശക്തമായിട്ട് മനഃശാന്തരത്തിന് വേണ്ടി ഞാൻ വിളിക്കും. അതിവിടെയാണെങ്കിലും ചിലക്കത് ഇഷ്ടപ്പെടുകയില്ലെങ്കിലും, എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടും. കാരണം അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് അതാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് അവർക്ക് മനസ്സിലായി. സ്വന്തം അപ്പനോടുള്ള വൈരാഗ്യം, രോഷം കിടക്കുന്നതുകൊണ്ടാണ് ഈ രോഗമുണ്ടായെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടായി. അവൾ അപ്പൻ പിൻപിലുണ്ടായിരുന്നു. ഓടിച്ചെന്ന് കമന്ന് വീണ് കാൽക്കൽ പിടിച്ച് ക്ഷമ ചോദിക്കുന്നു. അപ്പനും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ട് വികാരിച്ചൻ ഓടിച്ചെന്നു. രണ്ടുപേരും കരയുന്ന കണ്ടുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയാനായിട്ട്. അപ്പോൾ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവന്ന വ്യക്തി നടന്ന് ഉടനെ സ്റ്റേജിൽ വന്നു. എല്ലാവരും കൈയടിച്ചു. ഞാൻ അവൾക്ക് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ആരും പ്രാർത്ഥിച്ചില്ല. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്തല്ല സംഭവിച്ചത്. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒന്ന് ഇളക്കിയതാണ്. അപ്പനോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമയെപ്പറ്റി നല്ലപോലെ പറയും, എല്ലായിടത്തും യൂറോപ്പിലും പറയും. അപ്പോൾ ഇത് അപ്പൻ അവിടെ കന്യകത്വം കളഞ്ഞ അല്ലെങ്കിൽ വിശുദ്ധി കളഞ്ഞ ആ ചെറുപ്പത്തിലെ അനുഭവം ഇങ്ങനെ കിടന്നത് ക്ഷമിക്കാൻ വരാതെ കിടന്നു. ഇതായിരുന്നു ഞാൻ കണ്ട ഒന്ന്. ഇതുപോലുള്ള പല അത്ഭുതങ്ങളും എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ പുരോഹിതൻ, ഒരച്ഛൻ, അത് ജർമ്മനിയിലാണ്, സഭ വിട്ടുപോകാൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം വിശുദ്ധി പാലിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാനങ്ങനെ കൗൺസിലിംഗ് ഒരിക്കലും നടത്തില്ല. ഞാൻ പറയും കൗൺസിലർ ഈശോ ആണ്, ഈശോയുടെയൊക്കെ പോകും. അവിടെ വെച്ച് സമയം കൊടുക്കും ഈശോയോടെല്ലാം തുറന്ന് പറയാനായിട്ട്. കാരണം ആയിരക്കണക്കിന് ആളുകളെ കൗൺസിൽ ചെയ്യാൻ എനിക്ക് പറ്റുമോ? എവിടെ ചെന്ന് കൗൺസിലേഴ്സിനെ കണ്ടുപിടിക്കും? അങ്ങനെ പരിപാടിയില്ല. ഞാൻ പറയാം എല്ലാം ഈശോയോട് പറയുവാൻ. ഈ അച്ഛൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ്
തനിക്ക് വിശുദ്ധി ബ്രഹ്മചര്യം പാലിക്കാൻ സാധിക്കാതെ വരുന്നത് എന്ന്. ചെറുപ്പത്തിൽ അപ്പൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളർന്നു. അതായിരുന്നു ഒരു അടിസ്ഥാന കാരണം. സ്നേഹത്തിന് പരക്കം പാച്ചിൽ ആയി. അതിനുശേഷം മൊബൈൽ എന്ന കുടുക്കിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, അങ്ങനെ ഫോണോഗ്രാഫിയായി. അതൊരു തിന്മയായിട്ടൊന്നും കരുതിയില്ല. അപ്പം ഞാൻ പച്ചക്കെ പറഞ്ഞു, ആ ശുദ്ധികൾ സ്ഥലത്ത് ഏറെ അച്ഛന്മാരും കന്യാസികളും ഇങ്ങേറ്റം മെത്താന്മാർ പോലും മൊബൈലും കമ്പ്യൂട്ടറുമായിട്ട് കിടന്ന് വേകുന്നുണ്ട്. ഞാൻ കണ്ടതാണ് എൻ്റെ വിഷനിൽ, എൻ്റെ ദർശനത്തിൽ. മാത്രമല്ല എന്നും എന്ന പോലെ എനിക്ക് ശുദ്ധിയാത്മാക്കളുടെ ഇടയിലുള്ള എൻ്റെ മിനിസ്ട്രി ശുശ്രൂഷയുള്ളത് ജോർജിക്കറിയാമല്ലോ. അപ്പോൾ അവർ തന്നെ എന്നോട് പറയും, അച്ഛന്മാർക്ക് ധ്യാനം കൊടുക്കുമ്പം ഇത് പറയണം എന്ന്. അപ്പോൾ ഞാനത് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ജോർജി, യൂറോപ്പിലെ ആളുകൾ സിമ്പിൾ പീപ്പിൾ, വക്രതയില്ല, സത്യസന്ധതയാണ്. സത്യം കണ്ടുമുട്ടിയാൽ മാനസാന്തരപ്പെടും. നമ്മളെപ്പോലെ ഒത്തിരി മാസ്ക് ഇടയില്ല. അതുപോലെ തന്നെ ഉദാഹരണം, എനിക്ക് ദൈവത്തെ വേണ്ട എങ്കിൽ ഞാനും ഉപേക്ഷിക്കും, നാസ്തികനായിട്ട് ജീവിക്കും. ഇവിടെയാണെങ്കിൽ വിശ്വാസമില്ലെങ്കിലും അതെ പുറമേ അത് കാണിച്ചുകൊണ്ട് പെരുന്നാളിനും പോകും, പള്ളിയിലും പോകും, കുമ്പസാരവും നടത്തും, കുർബാനയും കൈക്കൊള്ളും. ഉള്ളിൽ വൈരാഗ്യം വെച്ച് കുർബാന അർപ്പിക്കൽ എത്ര വൈദികർ! അതുപോലെ ഉള്ളിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എത്ര പേർ! കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, രമ്യപ്പെട്ടു വന്ന് ചെയ്യാൻ. എന്നാൽ അവിടെ ഞാൻ യൂറോപ്പിൽ കാണുന്ന ആ സത്യസന്ധത, അതായത് സത്യം മനസ്സിലാക്കുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്ത് മാനസാന്തരപ്പെടും. നിശ്ചയമായിട്ടും അവരുടെ നിഷ്കളങ്കതയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും കൂടിയാണ് ഞാൻ പറയും. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ പ്രസംഗത്തിനും മുറ്റം കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനയുടെ മിടുക്കൊണ്ടുമല്ല, ഇത് കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വേറൊന്ന്, എപ്പോഴും ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ സ്നാനം സ്വീകരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നിമിഷം മുതൽ, അതായത് 75 മുതൽ അന്ന് കേട്ട വാക്ക് ഓരോ നിമിഷവും എനിക്ക് ദാഹിക്കുന്നു. അത് ഞാൻ എന്നിൽ കേൾക്കുന്ന ഈശോയുടെ സ്വരം എപ്പോഴും. അതുകൊണ്ടാണ് ഈ വേദനയും വകവയ്ക്കാതെ ഈ വീൽ ചെയറിലാണെങ്കിലും ഞാൻ ഈ പ്രായമാണെങ്കിലും, നിങ്ങൾക്കറിയാം ഏപ്രിൽ മാസം ഞാൻ 80 തികയും. എങ്കിൽ ഞാൻ പോകുന്നൊരു കാര്യം, ഈശോയുടെ ദാഹം ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റേതായിട്ട് കേൾക്കുകയാണ്. എങ്ങനെ ദാഹം തീർക്കും? അതാണ് ആ ഈശോയുടെ ദാഹം. എത്രമാത്രം തീർക്കാമോ അത്രമാത്രം തീർക്കണമെന്ന് ഞാനപ്പോൾ കാണുന്ന അവരുടെയും ദാഹമാണ്. ഈ ദാഹം രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ രക്ഷ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഒരു ദാഹമാണല്ലോ ശരിക്കും അച്ഛനെ രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 12 മണിക്കൂറോളം ഈ രോഗാവസ്ഥയിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ തീർച്ചയായിട്ടും അച്ഛനെ പ്രേരിപ്പിക്കുന്നത് അല്ലേ? ഈ ഒരു ദാഹം തന്നെയാണ്. കണിഷ്ഠമായിട്ട് ഞാൻ 18 മണിക്കൂറോളം ഏകദേശം വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയാണ്. വേറൊരു കസേരയിൽ ഞാൻ ഇരിക്കുകയില്ല. ആഹാരം കഴിക്കാനായാലും എപ്പോഴും ഞാൻ വീൽ ചെയറിൽ എനിക്ക് പറ്റൂ. എനിക്ക് നിൽക്കാൻ പാടില്ല, എനിക്ക് നടക്കാനും പാടില്ല. കയ്യെ പിടിച്ച സ്റ്റെപ്പുകൾ ഞാൻ വരച്ചാൽ വീഴുമെന്ന് പേടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ സുരക്ഷിതത്വം ഈ വീൽ ചെയറിലാണ്. ആളുകൾ അതുകൊണ്ടുകൂടിയാണ് വരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും ഈ ഇന്ത്യയിൽ നിന്ന് വന്ന് ഇത്രയും പ്രായമുണ്ടായിട്ടും ഈ വേദനയെല്ലാം സഹിച്ച്, നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ 9 ഞാൻ സ്റ്റേജിൽ കയറി ഇടയ്ക്കിച്ച് വെള്ളം കുടിക്കും. ചിലപ്പോൾ വല്ല പഴങ്ങളും, എനിക്ക് തിന്നാവുന്ന പഴങ്ങൾ, എല്ലാ പഴങ്ങളും തിന്നത്തില്ല. അത് മാത്രമേ ഉള്ളൂ, വൈകിട്ട് വെള്ളം കഴിക്കുകയുള്ളൂ. ആ സമയം മുഴുവൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ടീമില്ല, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും സാക്ഷ്യം പറയിപ്പിക്കുക ഒന്നുമില്ല. ആ വചന ശുശ്രൂഷയും ദിവ്യബലിയും ആരാധനയും, പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ കാണും. ഇതാണ് കൗൺസിലിംഗ് അല്ല, ഒന്ന് കാണും. പിന്നെ വേറൊന്ന്, അവർക്ക് എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാര്യവും വരാൻ കാര്യവും, എത്ര ആയിരങ്ങളുണ്ടെങ്കിലും ഞാൻ ശിരസിൽ കൈവച്ചൊരു ആശീർവാദം കൊടുക്കും. എല്ലാവരുടെയും 15,000 പേരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അതിശയിക്കും. അവർ നിരനിരയായിട്ട് നിൽക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കാണും. ഒരു ട്രോളിയിൽ എന്നെ എടുത്തു വെക്കും. ആ ട്രോളി പലരും ഉന്തും. അപ്പോൾ അവർ നിൽക്കുകയാണ് ഇങ്ങനെ, കരങ്ങളും നീട്ടി, ഹൃദയം തുറന്ന്. ഇവിടെയാണ് ഞാൻ നിഷ്കളങ്കത തൊടുമ്പോഴേ ആത്മാവിൽ നിറഞ്ഞ് അവർ നിലം പതിക്കും. ആളുകൾ ഓർക്കും ഇത് വികാരപരമാണെന്ന്. അവർ മസിലൊന്നും പിടിക്കുക. നമ്മളാണെങ്കിൽ നിൽക്കും മസിൽ പിടിക്കും. കേരളത്തിലെ ഏതെങ്കിലും ഒരു മലയാളി എൻ്റെ ധ്യാനം കൂടിയെങ്കിൽ മസിൽ പിടിക്കാൻ പേടിയാണ്. ഇങ്ങേറ്റം എൻ്റെ കൂടെയുള്ള MSFസിലെ അച്ഛന്മാർ പോലും ധ്യാനം കൂടാൻ വന്നപ്പോൾ കയ്യൊപ്പിന് വന്നില്ല, പേടിച്ചിട്ട് വീഴുമെന്ന്. പ്രിയപ്പെട്ടവർക്കൊന്നുമില്ല. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് നിറയണം. ഇതാണ് ആ ദാഹം. അപ്പോൾ അതിന് ഒത്തിരി നേരം ഇന്ന് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. തൊടുമ്പോഴേ അവർക്ക് ആ
അതിലുണ്ടാകുന്ന ആ മാനസാന്തരം, നമുക്കറിയാമല്ലോ, നമ്മൾ ഈശോയെടുത്ത് മരിച്ച് ഉയർക്കുകയാണ് മാമോദീശായുടെ ആ നവീകരണമാണല്ലോ കരിസ്മാറ്റിക് ധ്യാനം. അപ്പോൾ അത് ലിറ്ററലായിട്ട് അക്ഷരാർത്ഥം അവർ അനുഭവിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ആ മാറ്റം, മദ്യപാനികൾ മദ്യപാനം നിർത്തുന്നു, പുക നിർത്തുന്നു, ആ ഭാര്യയും ഭർത്താവും തമ്മിൽ രമ്യപ്പെടുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഏകദേശം 4000-ൽ പരം വിവാഹമോചനം കോടതിയിൽ മേടിച്ചവരെ കോടതിയിൽ തന്നെ തിരിച്ചു എന്ന് അത് റദ്ദാക്കി അനൽ ചെയ്തു ഒന്നിച്ചു ജീവിക്കുന്നു കേൾക്കുമ്പോൾ ആർക്കും കോരിത്തെരിപ്പുണ്ടാകും. ഹല്ലേലൂയ. ഇത് ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണിശമായിട്ടും. മാത്രമല്ല, യൂറോപ്പിനെ കർത്താവ് ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ട് അവിടുത്തെ വിശ്വാസമോ ക്രിസ്തീയ ജീവിതമോ അറ്റുപോവുകയില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. എണ്ണത്തിൽ കുറഞ്ഞേക്കാം, ഒരു വിഷയം അതിൻ്റെ ശക്തി പ്രാപിക്കുന്നു. ഏറെ സ്ഥലങ്ങളിൽ അലയടിക്കുന്ന ഒരു നവീകരണം കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അച്ഛൻ ശുശ്രൂഷ നടത്തിയ പ്രദേശങ്ങൾ, രാജ്യങ്ങൾ, അവിടുത്തെ ഇടവകയിലെ വൈദികർ അല്ലെങ്കിൽ അവിടുത്തെ മേലധ്യക്ഷന്മാർ അച്ഛനെ വിളിക്കാറുണ്ട്. അതായത് ആ പ്രദേശത്ത് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ സംഭവിച്ച മാറ്റങ്ങൾ, ഇടവകയിൽ സംഭവിച്ച മാറ്റങ്ങൾ, അത് പങ്കുവെച്ചുകൊണ്ട് ആരെങ്കിലും അച്ഛനെ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവരെല്ലാവരും എന്ന പോലെ അവർ ഇമെയിൽ അയക്കും. ഞാൻ ടെലിഫോൺ നമ്പർ കൊടുക്കില്ല, കാരണം അത് എപ്പോഴും വിളിയായിരിക്കും. അപ്പോൾ വാട്സാപ്പ് അയക്കും, അല്ലെങ്കിൽ ഇമെയിൽ അയക്കും. ഞാൻ എല്ലാ കത്തിനും മറുപടി കൊടുക്കുക. ഞാൻ ധ്യാനഗുരു ആയ കാലം മുതൽ 50 വർഷവുമായിട്ടും കൊച്ചു കുട്ടി എഴുതിയാൽ ഞാൻ മറുപടി കൊടുക്കും. അത് എല്ലാ ബിഷപ്പ്മാർക്കും അറിയാം, അച്ഛന്മാർക്കും അറിയാം. പേഴ്സണലി തന്നെ കൊടുക്കും, പേഴ്സണലായിട്ട് കൊടുക്കും. വേറെ ആരെ കൊണ്ട് ഞാൻ എഴുത്തുകൾ തുറപ്പിക്കുക, ഇമെയിലാണെങ്കിൽ ഞാൻ തന്നെ. പിന്നെ ഓരോ ധ്യാനവും കഴിയുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻസ് പറഞ്ഞ് എഴുത്ത് തരും. ആ എഴുത്ത് ഞാൻ പൊട്ടിച്ച്, ചിലതെല്ലാം ഇമെയിലാണെങ്കിൽ ഇമെയിൽ അയക്കും, പോസ്റ്റിലാണെങ്കിൽ ഞാൻ കൈ കൊണ്ട്, എൻ്റെ കൈ അധികം സ്വാധീനമില്ലെങ്കിലും ഞാൻ 2 ലൈനെങ്കിലും ഞാനിപ്പോഴും ഓർക്കുക. പോളണ്ടിലെ മെത്രാപ്പൊലീത്ത അത് ധ്യാനത്തിൽ വന്നപ്പോൾ ചോദിച്ചു, മഞ്ഞാക്കളച്ചൻ്റെ കത്ത് പോസ്റ്റിൽ കിട്ടിയൊരു കൈ പൊക്കാൻ 3/4 പേരും കൈ ഉയർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസറായിട്ട് മരിക്കാൻ കിടക്കുന്നു. അപ്പം നെഞ്ചോട് ചേർത്ത് ഒരു വെള്ളക്കടലാസ്, അമ്മ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ കാണിച്ചപ്പോൾ ഞാൻ കൈകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയ കത്ത, ഇംഗ്ലീഷിന് ഒറ്റ വാക്കറിയാത്ത അമ്മച്ചിയാണ്, അത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ആരോ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു കൊടുത്തു, തർജ്ജമ പറഞ്ഞു കൊടുത്തു. ജെയിംസ് അച്ഛൻ, മഞ്ഞാക്കളച്ചൻ എനിക്ക് എഴുതുകയാണെന്ന് പിതാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ കണ്ണുനീര് കാണാമായിരുന്നു, ആ സന്തോഷത്തിൻ്റെ. അതും പിടിച്ചുകൊണ്ടാണ് തിരുശേഷിപ്പെന്ന പോലെ മരിച്ചത് എന്ന് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ധ്യാനം ഒരു ബിസിനസ്സല്ല, എൻ്റെ ആത്മാർത്ഥമായ ശുശ്രൂഷയാണ്. ഓരോ വ്യക്തിയെയും ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ മോനെ മോളെ എന്ന് വിളിക്കുകയുള്ളൂ. അതുപോലെ അവർക്കറിയാം പേഴ്സണലായിട്ട്. അതുകൊണ്ടാണ് 30 കൊല്ലമായിട്ട് ഞാൻ ഈ ഭാഷ അറിയത്തില്ല, സംസ്കാരം അറിയത്തില്ല, ഈ രോഗമെല്ലാം വന്നിട്ടും അവിടെയാണ്. അതിലൂടെ അവർ സ്നേഹം കാണുന്നത്. നിശ്ചയമായിട്ടും ത്യാഗത്തിലൂടെയാണല്ലോ സ്നേഹം പ്രകടമാക്കുന്നത്. അത് അവർ എന്നിൽ തന്നെ കാണുന്ന ഒരു വലിയ, അതുകൊണ്ടുകൂടാണ് വരുന്നത്. അപ്പോൾ പിതാവ് പറയായിരുന്നു, അച്ഛൻ ത്യാഗത്തോടെ ഇങ്ങനെ ഈ 15,000 പേരുടെ തലയിൽ കൈവെക്കുമ്പോൾ ഞാൻ പോലും സംഭവിച്ചിരിക്കും. പിതാവ് പറയുന്നത് അദ്ദേഹത്തിൽ ഒരാൾക്കിങ്ങനെ പറ്റും. പ്രത്യേകിച്ച് അച്ഛൻ ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഈ വേദനയെല്ലാം വെച്ച്, ജോലിക്കറിയാവുന്ന പോലെ എനിക്ക് നരമ്പിൻ്റെ വേദന, ന്യൂറോപ്പതിക് പെയിൻ എന്ന് പറയും. അതായത് മാംസം പറഞ്ഞു പോകുന്ന വേദന. പിന്നെ കർത്താവ് തന്ന ചില വേദനകൾ നമുക്കറിയാം. എനിക്ക് മുറിവുകളുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ചോരയൊഴുകും, അതിൻ്റെ ആ വേദനകളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്യുമ്പോഴെല്ലാം മറന്നുപോകും. അത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ എനിക്കറിയാം, ഞാനല്ല, എന്നിൽ വേറൊരാളുണ്ട്. ഞാൻ അതിനെ പുരസ്കരിച്ചാണ് ഷെക്കീനാൽ ധ്യാനം തന്നത്. അത് ആന്തരിക മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീയ ശരീരം. അതെനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് പറ്റില്ല. അതുപോലെ അടുത്തൊരു നാളിൽ എന്നെ ചികിത്സിച്ച് ഞാൻ മരിച്ചു പോകുമെന്നും പറഞ്ഞ് മരിക്കാനുള്ള വാടിക്കൊണ്ട് വിട്ട ആ ഡോക്ടർ ഒരു ഓസ്ട്രിയക്കാരനാണ്. അതിശയത്തോടെ പറഞ്ഞു, അച്ഛൻ്റെ ഈ കഴിഞ്ഞ 3-4 കൊല്ലത്തെ മൂവ്മെൻറ്റിലെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇമ്പോസിബിളാണ് അച്ഛന്. അതായത് ഫിസിയോളജിക്കലി സാധ്യമല്ല. ശാസ്ത്രലോകമനുസരിച്ച് അച്ഛൻ ഇങ്ങനെ കൂടെ യാത്ര ചെയ്യുക, അതുപോലെ ഇത്രയും സമയം ആഹാരം പോലും കഴിക്കാതെ പ്രസംഗിക്കുക. അത് അപ്പോൾ അച്ഛൻ്റെ കൂടെ ആരോ ഉണ്ട്. അദ്ദേഹം ആദ്യം ഒരു നാസ്തികനായിരുന്നു. ഞാൻ അന്ന് കിടക്കുമ്പോൾ അന്ന് ആ പ്രൊഫസർ മെഡിക്കൽ കോളേജിൽ പറയുമായിരുന്നു, എനിക്ക് ദൈവമില്ല എന്ന്. ആ സ്റ്റുഡൻസൊക്കെ എന്നെ കാണാൻ വരും, പറയുമായിരുന്നു, അച്ഛായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ എന്നും പള്ളിയിൽ പോകുന്നവനായിട്ട് മാറി. ഡോക്ടർ നവാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
പ്രിയപ്പെട്ട ഇതൊക്കെ ഞാൻ പറയുകയാണ്. അത് യഥാർത്ഥ സുവിശേഷീകരണത്തിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിലും പലരും ചോദിക്കും, അച്ഛാ ഇത്രയും വർഷമായില്ലേ ഇവിടെ എങ്ങനെ താമസിച്ചപ്പോൾ റെസ്റ്റ് എടുക്കാൻ മേലെന്ന്. ഇല്ല, എനിക്ക് റെസ്റ്റ് ഇല്ല, ദാഹിക്കുന്നു. ഓക്കെ, അച്ഛൻ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. പലപ്പോഴും അച്ഛൻ്റെ ശുശ്രൂഷകൾ കാണുമ്പോൾ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഈ വിവിധ രാജ്യങ്ങളിലേക്ക് അച്ഛൻ യാത്ര ചെയ്യുന്നു, പ്ലെയിനുകൾ മാറിക്കയറണം, വാഹനങ്ങൾ മാറിക്കയറണം, അപ്പോൾ ഇത് ഒറ്റയ്ക്ക് എങ്ങനെ സാധിക്കും? അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ആ ഡോക്ടർ പറഞ്ഞതുപോലെ ആരോ അച്ഛൻ്റെ കൂടെയാണ്, കർത്താവ് അച്ഛൻ്റെ കൂടെ ഉള്ള ഒരു അനുഭവം തന്നെ ഫീൽ ചെയ്യാറുണ്ട് വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യും. എനിക്ക് ആ വലിയ അനുഭവം നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ ഇവിടുന്ന് ഏകദേശം 9 മണിക്കൂറുണ്ടല്ലോ ഫ്ലൈറ്റ് എല്ലാം കൂടെ കൂടി. ഒറ്റയ്ക്ക എൻ്റെ ഈശോയും മാതാവുണ്ട്. ഒരിക്കലും അവരെൻ്റെ കൂടെ നിന്ന് മാറിയില്ല. അതാ എൻ്റെ ടീം. അവിടെ ചെന്നാലോ, ഞാനിപ്പോൾ താമസിക്കുന്ന വലൻഷ്യ, സ്പെയിനിൽ. അവിടെയാണ് ഈശോയുടെ കാസ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈശോ ആദ്യം ബലിയർപ്പിച്ച കാസ വെച്ചിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ഒരു 50 അടി മകളെയാണ് എൻ്റെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുന്ന് ഞാൻ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണ 2 ഫ്ലൈറ്റ് വേണം. കാരണം ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ മ്യൂണിക്കിൽ അല്ലെ പാരീസിൽ, ഫ്രാങ്ക്ഫർട്ടിലൊക്കെ ചെന്നിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ. അപ്പോൾ ഒരാഴ്ച 4 ഫ്ലൈറ്റ് ഉണ്ട്. ഒരു ധ്യാനം, ആഴ്ചയിൽ ഒരു ധ്യാനമുണ്ട്. എൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഫസ്റ്റ് വീക്ക് ഒഴിച്ച്, ആ ഫസ്റ്റ് ഫ്രൈഡേ ഒഴിച്ച്, ആദ്യത്തെ വെള്ളിയാഴ്ച ഒഴിച്ച്. അപ്പോൾ ഇതിന് എനിക്കറിയത്തില്ല അവിടുന്ന് ശക്തി വരുന്നത്. പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 12 പറയുന്ന പോലെ സ്വർഗത്തിലേക്ക് 3-ാം നില വരെ പോയ ഒരാളെ എനിക്കറിയാം. അവൻ ശരീരത്തോടു പോയോ എനിക്കറിയത്തില്ല, അവൻ ദൈവത്തെ കണ്ടു, ശരീരത്തോടു കൂടിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പോലെ ഈ ശരീരത്തോടു കൂടിയാണോ ഞാനീ പോകുന്നത് എനിക്കറിയത്തില്ല. പലപ്പോഴും ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ഞാൻ ഒരു ശരീരമില്ലാത്തവനെ പോലാണ് പോകുന്നത്. എനിക്ക് അതുകൊണ്ടാണ് ഇത് എൻ്റെ വിശ്വാസികളെ കേരളത്തിൽ അറിയിക്കാനായിട്ടാണ് ഞാൻ തന്നെ കരുമാത്തറ ബ്രദറിനോട് പറഞ്ഞത്, എനിക്കൊരു ധ്യാനം കൊടുക്കണം. ഏതാനും പേരെങ്കിലും തൻ്റെ കൂടെയുള്ള ഈശോ വെറും വായുവിലല്ല, പിന്നെയോ സബ്സ്റ്റാൻഷ്യലായിട്ട് എന്നോട് കൂടെ എനിക്ക് തൊടാവുന്ന രീതിയിൽ, കേൾക്കാവുന്ന രീതിയിൽ, പക്ഷെ അതിനായിട്ട് എൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണം, ചെവി തുറക്കണം. ഇത് ഒന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ധ്യാനം നടത്തി. അച്ഛാ, അവസാനമായിട്ടൊരു ചോദ്യം. യൂറോപ്പിനെ കുറിച്ചുള്ള അച്ഛൻ്റെ സ്വപ്നം പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ യൂറോപ്പിലെ സഭയിലെ നിലവിലെ അവസ്ഥ, കേരള സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട്? ഒന്ന്, നമ്മുടെ കേരള സഭ മുഖംമൂടിയില്ലാത്ത ഒരു സഭയാവണം. നമുക്കൊത്തിരി മാസ്കുകളുണ്ട്, വിശ്വാസ പ്രഖ്യാപനവും ഒത്തിരി ധ്യാനാശ്രമങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യക്തികൾ പ്രാസംഗികരുണ്ട്. അതുപോലെ ഓരോ ഇടവകയിലും രൂപതയിലും വിശ്വാസ പ്രഖ്യാപനത്തിന് പല പല പ്രോഗ്രാം ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നല്ലതാണ്, ഫോട്ടോയിലൊക്കെ നല്ലതാണ്, ടെലിവിഷനിലിടാനും നല്ലതാണ്. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ആത്മീയതയിൽ ഒന്നുമില്ല. ഇതാണ് എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആധ്യാത്മിക ശുഷ്കത വ്യക്തികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തമായിട്ട് നമ്മുടെ സഭയ്ക്കും ഒരു ബലക്ഷയം ഇന്നിപ്പം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വീക്കാണെന്ന് ഞാൻ പറയും. യൂറോപ്പിൽ ഞാൻ കുറച്ച് പേര്, ഞാൻ പറഞ്ഞല്ലോ സ്ലൊവേനിയ 2.5 മില്യൺ ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ്. ഈ 15,000 പേര് വരുന്നു. ഇനിയും അന്നേരം ദയാവരത്തിൻ്റെ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിന് വോട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പിതാവിനോട് മെത്രാൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് മനുഷ്യൻ ചെയ്യണേ. ഞാൻ പറഞ്ഞു, കണിശമായിട്ട് ഞാൻ ലൈഫിന് വേണ്ടി നിൽക്കുന്ന ആളാണല്ലോ. അതിൽ ഗവൺമെൻറ് പക്ഷം തോറ്റു. ഉടൻ തന്നെ പ്രസിഡൻറ്റ് ആർച്ച് ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞു, ആ അച്ഛനെ ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. അച്ഛൻ അനാശാസ്യമായിട്ട് മതപരമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് തോറ്റുപോയത്, ബില്ല് പാസ്സാകാഞ്ഞത്. അതുകൊണ്ട് വീണ്ടും റഫറാന്തം നടത്തുന്നു എന്ന്. അപ്പോൾ പിതാവ് പറഞ്ഞു, അദ്ദേഹത്തെ വരണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയല്ല. അദ്ദേഹത്തിന് ഷെങ്കൻ വീസ ഉണ്ട്, അതുകൊണ്ട് യൂറോപ്പിലൂടെ അദ്ദേഹം പോകും. പിന്നെ എൻ്റെ രൂപരെ വേണമെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞോളാം. ഇപ്പോൾ സെക്കൻഡ് റഫറാന്തം നടക്കുകയാണ്. അത്രമാത്രം വചനത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത്, ഇവിടെയോ ഒരു മെത്രാനോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും അത് ആഹ്വാനം ചെയ്താൽ ഒരു മാറ്റം വരുത്തുവാൻ ക്രിസ്ത്യാനികൾ തയ്യാറാണോ? ഒന്നായി തീരാനായിട്ട്, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിട്ട്. നമുക്കറിയാം, നമ്മുടെ സഭയിൽ തന്നെ ഇപ്പോൾ തരത്തിലുള്ള വിഭജനങ്ങളൊക്കെ നടക്കുന്നു, വിജാതിയർക്ക് പോലും ഉറപ്പായിട്ട്. അതിന് ഒരു കാരണം കർത്താവിൻ്റെ വചനത്തിന് ഹൃദയം തുറക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നാൽ യൂറോപ്പ് ഞാൻ കണ്ട സിംപ്ലിസിറ്റി, വചനം കേൾക്കുമ്പോൾ അത് ബൈബിളിൽ നിന്നാകുമ്പം അവർക്കറിയാം ദൈവത്തിൻ്റെ വചനമാണ്, അപ്പോഴേ മാറ്റം വരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേരള സഭ കൂടുതൽ വചനത്തിൽ ഊന്നണം.
കർത്താവ് മത്തായി 7-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഈ വചനത്തിൽ ഊന്നി നമ്മുടെ ഭവനം പണിതില്ല എങ്കിൽ കാറ്റടിക്കുമ്പം പിശറടിക്കുമ്പോൾ മഴയുണ്ടാകുമ്പോൾ വീണുപോകും. ഇന്നിപ്പോൾ ആ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരള സഭ വചനത്തിൽ ആഴപ്പെട്ടിട്ടില്ല. അത് കാര്യം പ്രഘോഷണമുണ്ടെങ്കിലും ഞാൻ ആരെയും വിമർശിക്കുകയല്ല. വേറെ പല മോട്ടിവേഷൻ ലക്ഷ്യങ്ങൾ ആണ്. ഒന്നെങ്കിൽ രോഗശാന്തി, കാര്യസാധ്യം, ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന്. പിന്നെ അതിന് പിന്നിൽ വചന പ്രഘോഷകരും, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അല്ല എന്നെ പൊക്കിപ്പറയുകയല്ല, യഥാർത്ഥ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമല്ല. പിന്നെയോ ചിലർക്ക് സ്ഥാപനപരമായിട്ട് പൈസ ഉണ്ടാക്കാൻ, വ്യക്തിപരമായ വീട്ടിലേക്ക് പണമുണ്ടാക്കാൻ. ഇതുകൊണ്ട് പണം എപ്പോഴും പിശാചാന്ന് ഞാൻ പറയും. കർത്താവ് പറഞ്ഞല്ലോ, മാമോനായും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. അതും മാറണം. നമ്മുടെ സഭയിലും മൊത്തമായി പറഞ്ഞാൽ എന്തേ കോടികളാണ് ഒരു പെരുന്നാളെന്ന് പറഞ്ഞാൽ, ഒരു അമ്പു പെരുന്നാളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പള്ളി പണിയാൻ എത്ര കോടികൾ വെറുതെ മുടക്കുന്നു. ഇത് എല്ലാം പണത്തിൻ്റെ പോലെ. എനിക്കതിൻ്റെ വേറൊന്നും എനിക്ക് പറയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഈ ഷെക്കീന ടെലിവിഷൻ ഇങ്ങനെ പോകേണ്ടതല്ല. ഇതിലും ഒത്തിരി പണം ചിലവാക്കി പോകേണ്ടതാണ്. കാരണം കേരളത്തിൽ പണമില്ലാത്തവരല്ല. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പണം ചിലവഴിക്കുന്നവരും ഉള്ളവരും കേരളീയരാണ്. എന്നാൽ ഇന്നും കടത്തിലാണ് കഴിയുന്നത്. അത് കാരണം എന്താണ്? കേരളക്കാർക്ക് കൊടുക്കാൻ അറിയത്തില്ല, മേടിക്കാനേ അറിയത്തുള്ളൂ. മേടിക്കുമ്പോൾ സന്തോഷം. എനിക്കറിയാൻ പറ്റുന്ന സന്തോഷം ലോകം മുഴുവൻ ചുറ്റി മലയാളികളെ ഉജ്ജീവിപ്പിക്കാനായിട്ട്. അതിന് ഒരു ടിക്കറ്റ് കൊടുക്കാൻ പോലും ഒരു വിഷയം അടിച്ചുകൊണ്ടായിരിക്കും മലയാളി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറസ് ആകണം, കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നവർ. അതായത് എനിക്കെന്ത് കിട്ടും, ഇവിടെ ധ്യാനത്തിൽ വരുന്നു എനിക്കെന്ത് കിട്ടും എന്നാ, ഈശോയ്ക്ക് എന്നാ കൊടുക്കുന്നത്, അത് ആ പോഹം ഇല്ല. എൻ്റെ സഹനം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ പണത്തിൻ്റെ ഒരു ഭാഗം അത് ഈശോയ്ക്ക് കൊടുക്കണമെന്ന ചിന്ത, അത് ഞാൻ യൂറോപ്പിൽ വ്യക്തമായി കാണുന്നത്. അത് സ്നേഹം, ലവ്. ഉദാഹരണമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കേരളത്തിൽ എത്ര പേര് ചിന്തിക്കുന്നു, ദൈവമേ ഈ പ്രസ്ഥാനത്തെ അല്ലെ ഷാലോമിനെ ഒക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ചില്ല, നിന്നു പോവും. നിന്നു പോയാലത്തെ കേരളത്തിലെ സ്ഥിതി എന്ത്? അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അവരോർക്കുന്നത് അവരുടെ ബിസിനസ്, ഞങ്ങളുടെ ബിസിനസ്. അത് ആ നാരോ മെൻറ്റാലിറ്റി, ആ ചുരുങ്ങിയ മനോഭാവം നമ്മുടെ ഹൃദയം ഇച്ചിരി വലുതാക്കാനുണ്ട്. അതുകൊണ്ട് യൂറോപ്പ് നമുക്ക് തരുന്ന അതാണ്. അവിടെ ഒരു ഐക്യമുണ്ട്, അത് കാണാൻ സാധിക്കും. ക്രിസ്തീയ ഐക്യം പുറമേ പ്രകടനത്തോടെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ ഐക്യം നമുക്ക് വരേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ പരമാർത്ഥത, വക്രതകളൊക്കെ മാറ്റി പരമാർത്ഥത, അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പിന്നെ നമ്മുടെ ലക്ഷ്യബോധം, ആത്മാക്കളെ തേടുക, അത് പ്രത്യേകിച്ച് വചനപ്രഘോഷകർക്കുണ്ടായിരിക്കണം. വേറൊരു മോട്ടിവേഷൻ ആയിരിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ കേരള സഭ, ഭാരത സഭ ഇപ്പോൾ തന്നെ ഉണ്ട്. എനിക്കറിയാം ഒരു ഹിഡൻ സഭയുണ്ട്, പലർക്കും അറിയത്തില്ലാത്തത്. ഏറെ പേര് അനോണിമസായിട്ട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട്, അതായത് നമ്മുടെ അരിമിത്തായിലെ ജോസഫിനെ പോലെ അല്ലെങ്കിൽ നിക്കോഡെമസിനെ പോലെ കർത്താവിനെ അനുഗമിക്കുന്ന അനേകർ ഭാരതത്തിൽ ഉണ്ട്. എന്നാൽ പലർക്കും ഈ ബഹളത്തിലേക്ക് വരാൻ ഇഷ്ടവുമില്ല. അതായത് അവർ നോക്കുമ്പം കത്തോലിക്ക സഭയിൽ ചെണ്ട, വെടി, കൊരവ, വെറ്റയിൽ എറിയുക, തുലാഭാരം ഇതൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ വേണ്ടാന്ന് വെക്കും. അവർ വിഭിന്നമായൊരു വിശ്വാസം കാണാനാണ് മറ്റ് ജാതിപ്പെട്ടവർ വരുന്നത്. അവർക്കറിയാം മഹോന്നതമായ വിശ്വാസത്തിൻ്റെ ഒരു ട്രെഷർ ഉള്ളതാണ് കത്തോലിക്ക സഭയെന്ന്. പക്ഷേ പുറമേ കാണിക്കുന്നതെല്ലാം ഇതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ സ്രോതസ്, ഉള്ളിലുള്ള നമ്മുടെ കരുത്ത് പ്രകടമാക്കണം. എല്ലാ ആശംസകളും അച്ഛൻ ഈ ഒരു രോഗാവസ്ഥയിലും ഈ ഒരു അവസ്ഥയിലും വളരെ വിലയേറിയ സമയം ഷെക്കൻ്റെ ന്യൂസുമായിട്ട് പങ്കുവച്ചതിന്. ഇനിയും അനേകായിരം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അച്ഛൻ. താങ്ക് യു ജോജി. അത് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രസ്ഥാനം, ഷെക്കീന പ്രസ്ഥാനം എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ നവീകരണം ലോകമെങ്ങും വ്യാപിച്ച് ശക്തമായി കേരളീയ ജനങ്ങളുടെ ശബ്ദം ദൈവശബ്ദമായി തീരട്ടെ എന്ന്. അവിടെ ജോലി ചെയ്യുന്ന ജോർജിക്കും എൻ്റെ ആശംസകളും സ്നേഹവും പ്രാർത്ഥനയും. താങ്ക് യു.